പത്തനംതിട്ട ടൗണിൽ ഗുണ്ടാ ആക്രമണം. വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പിള്ളേർ ഇവിടെ ചില ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഗേറ്റിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് മൂത്രം ഒഴിക്കാൻ ശ്രമിച്ചു ഒരു പയ്യൻ. ഈ തൊഴിലാളി പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന് മൂത്രം ഒഴിക്കാൻ പറഞ്ഞു. ഇയാൾ മൂത്രം ഒഴിച്ചിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു, കൂട്ടുകാരെ വിളിച്ചു വരുത്തി. അടുത്ത് തന്നെ കൂട്ടുകാരുണ്ടായിരുന്നു. ഇവരൊരു വണ്ടിയിലാണ് വന്നെന്ന് തോന്നുന്നു. വണ്ടിയിലെ കൂട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് തർക്കമായി. ഈ പയ്യനുമായിട്ട് തർക്കമായിട്ട് ഇവനെ കൊലവിളി നടത്തി. ഇവനെ കൊല്ലുമെന്നും പൂളുമെന്നും കത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണി ഉണ്ടാക്കി. അപ്പോൾ ഇവർക്ക് വൈരാഗ്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് ഇവരെ അറിയാവുന്ന ഒരാളിനോട്, അറിയാൻ സാധ്യതയുള്ള ഒരാളിനോട് ഞാൻ അന്വേഷിച്ചു. അതായത് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് ഇവര് സംഘടിച്ച് ഇവിടെ എത്തി. എൻ്റെ വേലി ഫെൻസിങ് ഉണ്ടായിരുന്നു, ഫെൻസിങ് പറിച്ച് അകത്ത് കയറി മേളത്തെ നിലയിൽ കയറി ഇവനെ മർദ്ദിച്ചു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഒരു പത്തനംതിട്ട നഗരത്തിലാണ് ഇതുപോലുള്ള ഒരു ഗുണ്ടാക്രമണം ഉണ്ടാകുന്നത്. പോലീസ് പരാതി നൽകിയിട്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. ഇതിന് പിന്നിൽ ഒരു കൊട്ടേഷൻ ആക്രമണമാണോ അതോ വ്യക്തിപരമായ വിരോധമാണോ ഈ രീതിയിൽ ആക്രമണത്തിൽ കലാശിക്കാനുള്ള കാരണം? ടോം, ഇത് ഞായറാഴ്ചയാണ് ഈ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ആ തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. അവിടെ നിൽക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ അലിഫ് ഖാനാണ്, അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. എന്തായാലും ഈ കടയ്ക്ക് മുന്നിൽ ഞായറാഴ്ച ഒരു തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷം തിങ്കളാഴ്ച ഇവർ സംഘം ചേർന്ന് രാത്രി 8 മണിയോട് കൂടി കടയിൽ എത്തുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എത്തിയതിനു ശേഷമാണ് ഈ അബ്ദുൾ റഹ്മാനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് കടയ്ക്കുള്ളിലിട്ട് മർദ്ദിക്കുന്നത്. എന്തായാലും പോലീസ് ഈ കടയുടമ അരീഫ് ഖാൻ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണം പോലീസിനുണ്ടായില്ല. എന്തായാലും പത്തനംതിട്ട നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വീട് കയറി അക്രമം, അതുപോലെ അത്തരമുള്ള അക്രമങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഈ കടയുടമയ്ക്കും ഈ പ്രദേശത്തെ ആളുകൾക്കുമൊക്കെ ഉള്ളത്. എന്തായാലും വലിയ ഭീതിയിലാണ് ആളുകൾ. കാരണം അപ്രതീക്ഷിതമായ ഉള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും അബ്ദുൾ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീടാണ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്ത് തിങ്കളാഴ്ച കൊടുത്ത പരാതിയിൽ ഇതുവരെ പോലീസ് വിളിച്ചൊന്ന് അന്വേഷിക്കാനോ ഈ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ശക്തമാണ്. എന്തായാലും രാത്രിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. കാരണം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കിടന്ന് നാശം ഉണ്ടാക്കുകയും കടയ്ക്ക് വെളിയിൽ നിന്ന് കയറാതിരിക്കാനുള്ള ഫെൻസിംഗ് ഒക്കെ ഈ അക്രമി സംഘം തകർക്കുകയും ചെയ്തു. അത്തരത്തിലൊരു ആക്രമണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും തലയ്ക്കും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ അബ്ദുൾ റഹ്മാന്റെ മർദ്ദനത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ചികിത്സയും ആശുപത്രി തേടുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ അത് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടും അത്തരം കാര്യങ്ങളിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയും ഈ വ്യാപാരികൾക്കും ഒപ്പം വീട്ടുകാർക്കും ഒക്കെ ഉണ്ട്. സമീപകാലത്ത് തന്നെയാണ് വള്ളിക്കോട് ഒരു വീട്ടിൽ ഒരു സംഘം ഗുണ്ടകൾ വീട്ടിൽ കയറി വീട് എറിഞ്ഞു തകർക്കുകയൊക്കെ ചെയ്തു. ആ പ്രതികളെയും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് വൈമുഖ്യം കാണിച്ചിരുന്നു. അങ്ങനെ ഒരു ആരോപണം നിലവിൽ നിൽക്കുന്നു. എന്തായാലും ഭീതിയോടുകൂടി നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ, വ്യാപാരികൾ ഒക്കെ അത്തരത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു ആക്രമണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയത്. എന്തായാലും വ്യാപാരി വ്യവസായി ഇത് സംബന്ധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജീവനക്കാർക്കും ഒപ്പം ആ കടയുടമയ്ക്കും അടക്കമുള്ള ആളുകൾക്ക്, സ്ഥാപനം നടത്തുന്നവർക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം വേണമെന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ വ്യാപാരി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ടോം, ശശിനാരായണൻ, പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും നടപടി സ്വീകരിക്കാത്തത്? കാരണം ഇങ്ങനെ ഒരു പരസ്യമായി ഒരു തൊഴിലാളിയെ ആക്രമിക്കുന്നു, അത് ഗുണ്ടാക്രമണം ഉണ്ടാകുന്നു. പോലീസ് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്?
ടോം, ഈ കട ഉടമ ഈ അക്രമം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഈ പരാതി കൊടുത്തതിനു ശേഷം അന്വേഷിക്കാത്ത കാര്യം അന്വേഷിച്ച് വീണ്ടും ഈ കടയുടമ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു, പോലീസുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് വരുമെന്ന് പറഞ്ഞതെങ്കിലും പിന്നീട് ഈ പരാതിയുടെ മേൽ ഇതുവരെ ഈ തിങ്കളാഴ്ച നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ കടയിൽ വരുവോ ഈ പരാതിക്കാരനിൽ നിന്ന് മൊഴിയെടുക്കുകയോ ഒന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഗുണ്ട ആക്രമണ നഗരത്തിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഒരു നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതൊരു പരാതിയാണ് ഇപ്പോൾ നിലവിൽ വ്യാപാരികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഈ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്കും ഉള്ളത്. പക്ഷേ ഒരു ക്രൂരമായ മർദ്ദനം, ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, ഇവിടെ മറ്റ് ബന്ധുക്കളോ ആരുമില്ല, ഒരു കടയിൽ ഉപജീവന മാർഗമായി ബന്ധപ്പെട്ട് കടയിൽ ജോലി ചെയ്യുന്നു. അത്തരം ഒരാളെ നിസ്സാര കാര്യത്തിന് ഒരു കടയുടെ മുന്നിൽ വെച്ച് ഒരു തർക്കം ഉണ്ടാവുന്നതിന്റെ പേരിൽ അതിന്റെ കാരണം പറഞ്ഞ് പിറ്റേ ദിവസം ഒരു 14 പേർ ചേർന്ന് സംഘം ചേർന്നെത്തുന്നു, രാത്രിയിൽ റൂമിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു, കത്തി കാട്ടി ഭീഷണിപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് വലിയ ഒരു ആരോപണമായി കടയുടമ ഉന്നയിക്കുന്നത്, ഒപ്പം വ്യാപാരികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെല്ലാം വലിയ ആശങ്കയിലാണ്. രാത്രി സമയത്ത് ഏത് സമയവും അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ തന്നെ അത് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഇവർക്ക് ഒരു വലിയ സ്വാതന്ത്ര്യമായി മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ഇപ്പൊ നഗരവാസികളെ സംബന്ധിച്ച് ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ കട ആക്രമിക്കുക മാത്രമല്ല പല സാധനങ്ങൾ കൊള്ളയടിക്കുന്ന കാര്യങ്ങളും മോഷണം അടക്കം പല കേസുകളും നഗരത്തെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായ അന്വേഷണം നടക്കാത്തതിലും പ്രദേശവാസികൾക്ക്, നഗരവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ കൂടി ഇനിയും വരാൻ പോവുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിനാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങൾ അത് ഉണ്ടാകുമെന്നാണ് ഈ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തോമസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നഗരത്തിലാണ് ഒരു തൊഴിലാളി, ഇതര സംസ്ഥാന തൊഴിലാളിക്ക് നേരെ ഗുണ്ട ആക്രമണം ഉണ്ടായത്.